വണ്ടൻമേട് കൊച്ചറ മയിലാടുംപാറയ്ക്ക് സമീപത്ത് കടുവ കുഴിയിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇത് ഇന്ന് രാവിലെ വെളുപ്പിനെയാണ് ഈ സംഭവം അറിയുന്നത്. ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ പണിക്ക് ചെന്നപ്പോഴത്തേക്ക് ഒരു ശബ്ദം കേട്ടിട്ട് ചെന്നപ്പം കടുവയും ഒരു വലിയ കടുവയും അതിനോടൊപ്പം ഒരു നായയെ ഓടിച്ചുകൊണ്ട് പുറകെ പോയപ്പം കടുവ കുഴി വീണതാണെന്നാണ് വീട്ടുകാരൻ പറയുന്നത്. അപ്പം ചെറിയ കുഴി ആയതുകൊണ്ട് അതൊരു മറ്റേ ഗേറ്റിൻ്റെ ഇതെടുത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ്, ഇത് പൊങ്ങി വരാതിരിക്കാൻ. അപ്പം ഫോറസ്റ്റ് അധികൃതരൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് കയറി വന്നതാണ് സാധ്യത, കാരണം ഒരു സൈഡ് തമിഴ്നാട് ഒരു സൈഡ് കേരളമാണ്. ഇവിടെ വന്യമൃഗ ശല്യം അങ്ങനെ ഒന്നും ഉള്ള പ്രദേശമല്ല. പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട്, പക്ഷേ കടുവ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത്. അപ്പം ഫോറസ്റ്റിൽ നിന്ന് ഇനി കുമ്പളിയിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനെ പിടിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരിക്കും ജനവാസ മേഖലയിലാണോ? തിരിച്ചും ജനവാസ മേഖലയാണ്. വണ്ടൻമേട് പഞ്ചായത്തിലെ 9ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.